ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷും മധുവും കൂടി ഫാക്ടറിയിലെ സമരത്തൊഴിലാളികളോട് സംസാരിക്കാൻ പോയിട്ട് ആ സമരം ഒത്തുതീർപ്പാക്കാതെ പരാജയപ്പെട്ടുകൊണ്ടുവരികയാണ്. കൃഷും മധുവും കൂടി സമരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കേണൽ സാർ വരുന്നത്. കേണൽ സാർ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ എന്തായി, നടന്നോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇല്ല. ആ വാസുകിക്ക് നല്ല അഹങ്കാരവും പിടിവാശിയുമാണ്. ആ അയ്യപ്പനാണെങ്കിൽ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി നടക്കുകയാണെന്ന് കൃഷി പറയുമ്പോൾ കേണൽ സാർ പറയുന്നുണ്ട്, ഇങ്ങനെ സ്മൂത്തായി തൊഴിലാളികളോട് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് മൂന്നാമതൊരാളെ വരുത്തണ്ടായിരുന്നല്ലോ, എനിക്ക് തന്നെ സോൾവ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ഞാൻ ആ ദേവ്ജിയുടെ വാക്കുകൾ വിശ്വസിച്ചു. കൃഷിന് നല്ല യങ് ബ്ലഡ് ആണ്. ദിഗയിലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഫാക്ടറി തുറപ്പിക്കാൻ അയാളെ സഹായിക്കും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. തനിക്കൊക്കെ കാരണവന്മാരുണ്ടാക്കി തന്ന സ്ഥാപനത്തിലെ കറങ്ങുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഉത്തരവ് കൊടുക്കാനേ പറ്റൂ. അയ്യപ്പനെയും വാസുകിയെയും നേരിടാനറിയാത്ത ഒരാളെയാണ് ഞാൻ ഫാക്ടറി ഏൽപ്പിച്ചത്. ഞാൻ എന്നേക്കുമായി ഫാക്ടറി അടച്ചിടാൻ പോവാണ് എന്ന് കേണൽ സാറ് പറയുമ്പോ, അല്ല സാർ എന്ന് കൃഷി പറയാൻ തുടങ്ങുമ്പോഴേക്കും കേണൽ സാറ് പറയുന്നുണ്ട്, കഴിവില്ലാത്തവർ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് കേണൽ സാറ് പറയുമ്പോ കൃഷിനാകെ ദേഷ്യം വരുന്നുണ്ട്. കൃഷി എന്നിട്ട് പറയുന്നുണ്ട്, സാർ പ്ലീസ് എന്റെ വ്യക്തിത്വത്തെ അപമാനിക്കരുത് എന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, തനിക്കൊക്കെ എന്ത് വ്യക്തിത്വമാണുള്ളത്? ഇതിലാണ് വ്യക്തിത്വമുള്ളത്. ഇനിയിപ്പോ വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കാണ് തോന്നേണ്ടത്. മറ്റുള്ളവരെ അത് തോന്നിപ്പിക്കണം. തന്നെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ഞാൻ പറയട്ടെ, താനൊരു സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയുമ്പോൾ കൃഷിനാകെ വല്ലാതാവുന്നുണ്ട്. വീണ്ടും കേണൽ സാർ കൃഷിനെ അപമാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദേവ്ജി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ്, സാഗർ എന്ന അച്ഛന്റെ നിഴലിൽ നിന്നുകൊണ്ടല്ലേ അയാൾ ഇതുവരെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ, കൃഷിനെ എല്ലാം ഏറ്റെടുത്ത് നടക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദേവ്ജി എന്നോട് പറഞ്ഞത്, അച്ഛനെ വെല്ലുവിളിച്ച് സാഗർ എന്ന പേരെടുത്ത് കളഞ്ഞിട്ടാണ് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന്. അപ്പോൾ ഞാൻ കരുതി ഒരു വാശിക്കെങ്കിലും താൻ എന്തെങ്കിലുമൊക്കെ നടത്തി കാണിച്ചു കൊടുക്കുമെന്ന്. ഇവിടെ വന്നപ്പോൾ എല്ലാം കൊള്ളാമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടാവും. നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്, നല്ല പ്രകൃതി ഭംഗി, സമയാസമയത്ത് ഭക്ഷണം, കൂടെ ഗേൾഫ്രണ്ടും ഉണ്ടല്ലോ, പിന്നെ എന്താലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സാർ പ്ലീസ് എന്നിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ കേണൽ സാറിനും ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഷട്ടപ്പ്, ഇത് എന്റെ വീടാണ്, എന്റെ പ്രോപ്പർട്ടി, എന്റെ അധികാര പരിധി, അവിടെ ഞാൻ പറയും, മറ്റുള്ളവർ അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ സാർ പോവുകയാണ്. കൃഷിനെ കേണൽ സാർ അത്രയും ഇൻസൾട്ട് ചെയ്തതിന്റെ ദേഷ്യം മുഴുവനും കൃഷി മധുവിനോട് തീർക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷീല വരുന്നുണ്ട്. ഷീല പറയുന്നുണ്ട്, സാർ വന്ന് കഴിക്കാനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മധു പറയുന്നുണ്ട്, സാറിന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്, ഇനി ഒന്നും വേണ്ട എന്ന് പറയാണ്. കൃഷ്ണൻ അപ്പൊ ദേഷ്യം വന്നുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കൺമണി കൃഷിനെ കാത്തു നിൽക്കുന്നുണ്ടാവും. കൺമണിയോടൊന്നും മിണ്ടാതെ കൃഷി പോകുന്ന സമയത്ത് കൺമണി കൃഷിനെ പിടിച്ചു നിർത്തിക്കൊണ്ട്, സാർ എന്തായി, തൊഴിലാളികളെ കണ്ടോ, കാര്യങ്ങൾ സംസാരിച്ചോ, അവരെന്താണ് പറഞ്ഞ് സമരം പിൻവലിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എനിക്കറിയാം കൺമണി എന്നെ കളിയാക്കുകയാണ്, ഇതിനുവേണ്ടിയല്ലേ എന്നോട് ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് നിങ്ങൾക്കറിയാം, കഴിവില്ലാത്തവൻ, അച്ഛന്റെ തണലിൽ ജീവിക്കുന്നവൻ, അങ്ങനെ എന്തു വേണമെങ്കിലും പറഞ്ഞോ. ചിലര് ഉള്ള ആത്മവിശ്വാസം കൂടി ഇല്ലാതാക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് വളരെ സങ്കടത്തോടെ കൃഷി പറയുന്ന സമയത്ത് കൺമണി ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ, സമരം ഒത്തുതീർപ്പാക്കാൻ വാസുകിൻ അവരുടെ തൊഴിലാളികളും സമ്മതിച്ചില്ലാലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സമ്മതിക്കാത്തത് പോട്ടെ, കുത്തുവാക്കുകളും കളിയാക്കലുകളുമാണ് സഹിക്കാൻ കഴിയാത്തത്. കൃഷി ചോദിക്കുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, ആരാണ് സാർ സാറിനെ കളിയാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ആ കേണൽ സാറ്. കേണൽ സാറിനും മധുവിനും ഇപ്പോൾ ഞാനൊരു പരിഹാസ കഥാപാത്രം മാത്രമാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന് മനസ്സിലായി കൺമണി എനിക്ക് എന്ന് കൃഷി പറയുന്ന സമയത്ത് കൺമണി കൃഷിനോട് പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനുണ്ട് സാറിന്റെ കൂടെ. സാറ് വിഷമിച്ചപ്പോൾ എനിക്കാണ് ശരിക്കും വിഷമമുണ്ടായത്. സാറിന് ഈ ഇൻസൾട്ട് അത്രയേറെ വിഷമമുണ്ടാക്കാൻ കാരണം എന്തെന്നറിയോ, സാർ ആദ്യമായിട്ടാണ് ഇത് അനുഭവിക്കുന്നത്. എന്നെ പോലുള്ളവർ ജീവിതത്തിൽ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, തലതാഴ്ത്തി നിന്നിട്ടുണ്ട്. സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്നെ എത്ര തവണ ക്ഷേപിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട് എന്നൊക്കെ കൺമണി പറയുന്ന സമയത്ത് കൃഷി പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് സോറി പറയുന്നുണ്ട്. അപ്പൊ കൺമണി പറയുന്നുണ്ട്, സാർ സോറി ഒന്നും പറയണ്ട, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണെന്ന് ഞാൻ സാറിനെ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. സാർ ആകെ ഒരു പ്രാവശ്യമല്ലേ തൊഴിലാളികളോട് സംസാരിച്ചുള്ളൂ, ഒരു വലിയ സംരംഭം ഒറ്റ പ്രാവശ്യം കൊണ്ട് ജയിക്കോ? ഇല്ലല്ലോ, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ അതിൽ വിജയിക്കൂ. നമ്മൾ തമ്മിലുള്ള ഉദാഹരണം തന്നെ എടുത്തു നോക്ക്. ആദ്യം നമ്മൾ കണ്ടത് വഴക്കുണ്ടാക്കിയാണ്, സാറിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ നമ്മൾ രണ്ടുപേരും ഒന്നായില്ലേ. പിന്നെ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, സാർ എന്നോട് എത്രയോ പ്രാവശ്യം കിസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ തന്നിട്ടില്ലല്ലോ. പക്ഷേ സാറിന് കിസ് എന്ന് പറയുന്നത് അത്യാവശ്യമായിരുന്നു, സാർ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു.
പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ സാറിന് തരുന്നില്ലേ? ഈ സമരം എന്ന് പറയുന്നത് എന്റെ മുദ്ദുകം ആണെന്ന് സാർ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. സാറിന്റെ മുദ്ദുകം ആണെന്ന് ഞാൻ വിചാരിക്കാം. നമുക്ക് രണ്ടുപേർക്കും അത് കിട്ടിയേ മതിയാവൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് നേടുക തന്നെ ചെയ്യും. എന്റെ മുന്നിൽ വെച്ചിട്ടാണ് സാർ വെല്ലുവിളി ഏറ്റെടുത്തത്. സാറിന് പക്ഷേ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്കത് അഭിമാന പ്രശ്നമാണ്. നമ്മളെ ജയിക്കുമ്പോഴല്ല, നമ്മളുടെ കൂടെയുള്ള ആൾ ജയിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുന്നത്. എന്റെ പ്രൊജക്ട് ശ്രദ്ധ നേടിയാൽ സാറിനല്ലേ ഒരുപാട് സന്തോഷമുണ്ടാവുക. എങ്കിൽ എനിക്കുള്ള സമ്മാനമായിട്ട് സാർ ഈ സമരം വിജയിപ്പിക്കണമെന്ന് കൺമണി പറയുന്നുണ്ട്. അപ്പൊ കൃഷി പറയാണ്, സത്യം പറഞ്ഞാൽ മനസ്സാകെ തളർന്നിരിക്കുകയായിരുന്നു. കൺമണിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കിപ്പോ ഒരു ഇൻസ്പിറേഷനാണ് കിട്ടിയത്. ഞാനിതാ കൺമണിക്ക് വാക്ക് തരികയാണ്. ഒരു കൃത്യമായ ഫോർമുല വെച്ച് ഞാൻ ഈ സമരം ഒത്തുതീർപ്പാക്കും. നിനക്ക് വേണ്ടിയാണ് അത്. നിന്റെ അഭിമാനത്തിന് വേണ്ടി, നിന്റെ സ്നേഹത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന സമ്മാനമാണിത്. ഈ ഫാക്ടറി തുറന്നാൽ ഞാൻ എന്തായാലും അങ്ങോട്ട് സമ്മാനം തരും. ഫാക്ടറി തുറക്കുന്ന ദിവസം കൺമണി എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ കുറെ നേരം ആലോചിച്ചുകൊണ്ട് കൺമണി പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, സർപ്രൈസ് ആണെന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്താ മുദ്ദുകവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിൽ എന്താണെന്ന് കൺമണി ചോദിക്കുന്ന സമയത്ത് കൃഷി പറയുകയാണ്, മുദ്ദുകവ് ആണെങ്കിൽ അത് അഡ്വാൻസ് ആയി തരാൻ പറ്റുമോ? 5 മുദ്ദുകവ് ആണ് തരാൻ പറ്റുന്നതെങ്കിൽ അഡ്വാൻസ് ആയി 2 തരൂ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം 1 തരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പകുതി തരാമെന്ന് പറഞ്ഞിട്ട് കൺമണി കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ കൺമണി ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷിയെ കൺമണിക്കും ഉമ്മ കൊടുക്കുകയാണ്. കൺമണി അപ്പോൾ കൃഷിനെ ദുഷ്ട എന്ന് വിളിച്ചുകൊണ്ട് തല്ലുന്നുണ്ട്. കൃഷി എന്നിട്ട് ഓടുകയാണ്. കൃഷിന്റെ പിന്നാലെ തന്നെ കൺമണിയും കൃഷിനെ പിടിക്കാനായി ഓടുന്നുണ്ട്. പിന്നീട് ബലരാമനെ ജയിലിൽ നിന്ന് കണ്ടതിന് ശേഷം സാഗർ നേരെ അലിഗയിലേക്കാണ് പോകുന്നത്. ദേവ്ജിയോട് എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്, അപ്പൊ ബലരാമൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അതെ, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, കുറച്ച് പേപ്പേഴ്സ് കൂടി റെഡിയാക്കാനുണ്ട്. ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. എന്നാൽ ഇപ്പോ ഞാൻ അവനെ പുറത്തിറക്കാൻ പോകുന്നു. അറിയുന്നവരെല്ലാം ഇത് കേട്ട് അതിശയിക്കുകയാണ്. എന്റെ കൃപമോളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തത്. സ്വബോധത്തോടെയല്ല അവൾ ഇതെല്ലാം പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വളരെ കൃത്യമായിട്ടാണ് അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. തന്റെ ഏട്ടനെ പോലെ തോന്നുന്നു, അയാളെ പുറത്തിറക്കണമെന്നൊക്കെയാണ് അവൾ ആവശ്യപ്പെട്ടത്. പിന്നെ ബലരാമനെ കേൾപ്പിക്കാനായി ഒരു വോയിസ് മെസ്സേജും അവള് എനിക്ക് അയച്ചു തന്നു എന്ന് സാഗർ പറയുന്ന സമയത്ത് ദേവ്ജി ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന്. അപ്പൊ സാഗർ പറയുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ കേട്ടില്ല, അവളുടെ സ്വകാര്യതയായിട്ട് അതിരിക്കട്ടെന്ന് ഞാൻ കരുതി. പക്ഷെ അവളുടെ ആ വോയിസ് കേട്ട് ഫോണ് തിരികെ തരുന്ന സമയത്ത് ബലരാമന്റെ മുഖം ആകെ പതറി നിൽക്കുകയായിരുന്നു. അവന്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ചിലപ്പോൾ തന്റെ സഹോദരൻ അയച്ച പോലത്തെ മെസ്സേജ് അയക്കാൻ കൃപമോൾ അയച്ചിട്ടുണ്ടാവുക എന്ന് സാഗർ പറയുന്ന സമയത്ത് ദേവ്ജി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് സാഗർ സത്യം. ബലരാമൻ കൃപമോളുടെ മൂത്ത സഹോദരനാണ്, അതായത് സാഗറിന്റെ മൂത്ത മകനാണ്. എന്നിട്ട് ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്, എല്ലാം ശരിയാവും സാഗർ, അങ്ങനെ വിചാരിക്കേ എന്ന് പറയുന്ന സമയത്ത് സാഗർ വീണ്ടും പറയുന്നുണ്ട്, ബലരാമന്റെ കാര്യങ്ങളിൽ തീരുമാനമാകുമ്പോൾ ആ ഷൺമുഖദാസ് വക്കീൽ വീണ്ടും പഴയ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുന്നേ സുജുവിന്റെ ഡെലിവറിയിലുണ്ടായ പ്രശ്നങ്ങൾ, ജനിച്ച കുഞ്ഞിന്റെ കാര്യത്തിൽ വീണ്ടും അയാൾ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ഈ ഷൺമുഖദാസ് അയാളോട് പോയി പണി നോക്കാൻ പറ, അയാൾ ക്യാഷിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ദേവ്ജി പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ദേവ്ജി പറയുന്നതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ അയാൾ ചോദിച്ച പോലെ അന്നത്തെ ആ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ. അന്ന് സുജുവിനെ അഡ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അല്ലാതെ കുഞ്ഞിന്റെ ഒരു റെക്കോർഡുകളും ഇല്ല ആ ഹോസ്പിറ്റലിൽ. ഇതെല്ലാം വെച്ച് കൂട്ടി നോക്കുമ്പോൾ ആ വക്കീല് പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. വക്കീല് പറയുന്നതിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്ന് സാഗർ പറയുന്ന സമയത്ത് ദേവ്ജി വീണ്ടും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സാഗർ നീ പറഞ്ഞത് സത്യം തന്നെയാണ്. സുജാതയ്ക്ക് അന്നുണ്ടായ ആ കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അത് ബലരാമനാണെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ദേവ്ജി. പിന്നീട് ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ ഇപ്പോ ഒന്നിനെ കുറിച്ചും ആലോചിക്കണ്ട, ബലരാമനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ജർമ്മനിയിലേക്ക് കൃപമോളുടെ അടുത്തേക്ക് പോവുക, ചികിത്സയെ കുറിച്ച് ആലോചിക്കുക, പിന്നീടെല്ലാം നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ശരി ദേവ്ജി, ഞാൻ എല്ലാം മറന്നിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് പോവാം. പക്ഷേ ഈ കൃഷിന്റെ കാര്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, കൃഷിന്റെ ഏത് കാര്യത്തിലാണ് സമാധാനക്കേട് സാഗറിനെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ മാനസിയെ തള്ളിക്കളഞ്ഞ് കൺമണിയുടെ കൂടെ നടക്കുന്നത് അത് തന്നെയാണ് എനിക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നത് എന്ന് സാഗർ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, മാനസിയെ തള്ളിക്കളഞ്ഞു എന്നുള്ള പ്രയോഗം ശരിയല്ല സാഗർ, തള്ളിക്കളയണമെങ്കിൽ മാനസിയെ
എപ്പോഴെങ്കിലും അവൻ സ്വീകരിക്കണമല്ലോ. അങ്ങനെ അവൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാനസിയാണ് തന്റെ പെണ്ണെന്ന് കൃഷി പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടത്തിന്റെ ഒരു അംശം പോലും അവൻ കാണിച്ചിട്ടുണ്ടോ? ആദ്യം മുതൽ തന്നെ ഇതിനെ എതിർക്കല്ലേ അവൻ ചെയ്തത്. പിന്നെ എൻഗേജ്മെന്റ് ചെയ്ത് മോതിരമിട്ടെന്ന് പറയുന്നു. അത് അവന്റെ സമ്മതത്തോടെയാണോ? ആ മോതിരം നിങ്ങളായിട്ട് ഇടിയിച്ചതല്ലേ, അല്ലാതെ അവൻ ഇട്ടതല്ലോ എന്ന് ദേജി പറയുന്ന സമയത്ത് സാഗർ കൃഷി പറഞ്ഞ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. വീണ്ടും ദേജി പറയുന്നുണ്ട്, കൃഷിനെ കൊണ്ട് മനസ്സിയെ വിവാഹം കഴിപ്പിക്കാമെന്ന് നിങ്ങളാണ് ജയ്മോഹനും ഹേമയ്ക്കും വാക്കുകൊടുത്തത്. അതിന് അവൻ എന്തു പിഴച്ചു? താനും സുജാതയെ പ്രേമിച്ചല്ലേ വിവാഹം കഴിച്ചത്. സുജാതയ്ക്ക് പകരം വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ സമ്മതിക്കുമായിരുന്നോ എന്ന് ദേവ്ജി ചോദിക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, ദേവ്ജി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേജി പറയുകയാണ്, എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ കാരണം ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നാണ് അർത്ഥം. മറ്റുള്ളവർക്ക് കല്യാണം നടത്തി കൊടുത്താൽ മതി, അവരാണ് ജീവിക്കേണ്ടതെന്ന് ദേജി പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, ദേജി പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ മാനസികമായിട്ടുള്ള കല്യാണം തന്നെയായിരിക്കണം കൃഷിയുമായിട്ട് നടക്കേണ്ടത്. പല കാര്യങ്ങളും ചിന്തിച്ചിട്ടാണ് ദേജി ഞാൻ ഈ പറയുന്നതെന്ന് സാഗർ പറയുമ്പോൾ ദേജി പറയുന്നുണ്ട്, പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് ഞാനും മാനസ കൃഷിന് ചേർന്ന പെൺകുട്ടിയല്ലെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടും കൺമണിയാണ് കൃഷിന് യോജിക്കുന്ന പെൺകുട്ടി. കൃഷിന് നല്ല ഭാര്യയായും നിങ്ങൾക്ക് നല്ല മരുമോളായും ലിഗയ്ക്ക് നല്ല മേധാവിയായും തീരും അവൾ. കൃഷിനെ കല്യാണം കഴിച്ച് അലിഗയുടെ തലപ്പത്തേക്ക് അവൾ ആദ്യം വരട്ടെ. നോക്കിക്കോ, കമ്പനിയുടെ മുഖച്ഛായ തന്നെ കൺമണി മാറ്റുമെന്ന് ദേജി സാഗറിനോട് പറയുന്നുണ്ട്. അപ്പൊ സാഗർ പറയുന്നുണ്ട്, മാനസിക്ക് നല്ല ടാലന്റ് ഉണ്ടല്ലോ ദേജി. ശങ്കർ മോഹന്റെ ആദ്യ പ്രൊജക്ട് ഡിസൈൻ ചെയ്ത് അലിഗയ്ക്ക് വേണ്ടി പേരുണ്ടാക്കിയത് മാനസിയല്ലേ എന്ന് സാഗർ പറയുന്ന സമയത്ത് ദേജി പറയുന്നുണ്ട്, സാഗറിന്റെ വിശ്വാസം സാഗറിനെ രക്ഷിക്കട്ടെ എന്ന്. പിന്നീട് സാഗർ ഒരു സംശയത്തോടെ ദേജിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേജി, എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ദേജി പറയുന്നുണ്ട്, ഒന്നുമില്ല സാഗർ, ഞാൻ മാനസിയുടെ മെഡിക്കിനെ കുറിച്ച് ആലോചിച്ചതാണ്. സാഗർ ഇപ്പൊ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സമാധാനമായിട്ട് ജർമ്മനിയിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ സാഗർ ദേജിയോട് ചോദിക്കുന്നുണ്ട്, പോകുന്നതിന് മുന്നേ എനിക്ക് കൃഷിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ദേജി പറയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം സാഗറിനോട് എല്ലാം പറഞ്ഞതല്ലേ, ധൃതി വെക്കേണ്ട, അവൻ അവിടെ ചെന്ന് അവന്റെ ലക്ഷ്യം സാധിച്ചിട്ട് വരട്ടെ. ലിഗയ്ക്ക് ഒരു നേട്ടവുമായിട്ടായിരിക്കും അവർ മടങ്ങിയെത്തുന്നത്. എന്റെ വാക്കാണെന്ന് ദേജി പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, ദേജിയാണ് എന്റെ ധൈര്യം എന്ന് പറയുമ്പോൾ ദേജി പറയുന്നുണ്ട്, ഞാനുണ്ട് സാഗറിന്റെ കൂടെ. ഋഷി പറയുന്നത് പോലെ മേ ഹൂന എന്ന് പറഞ്ഞുകൊണ്ട് ദേജി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കൺമണിയുടെ അടുത്തേക്ക് കേണൽ സാറ് വരുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, ആ കൺമണി കൂട്ടുകാരൻ സമരക്കാരെ കാണാൻ പോയിരുന്നല്ലേ, ഞാൻ കണ്ടിരുന്നു. കൺമണിക്ക് എന്തു തോന്നുന്നു, കൃഷി ഈ ചലഞ്ചിൽ ജയിക്കുവോ, കൺമണിക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ജയിക്കും സാർ എന്ന്. അപ്പോ കേണൽ സാർ പറയാണ്, തോൽക്കും, തോറ്റിരിക്കും കൃഷി ഇതിലെന്ന് പറയുമ്പോൾ കൺമണി ആകെ ഷോക്കാവുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.